ശ്രീരാമായ നമോ നമ. സീതാരാമഗുണാരാമപുണ്യാരണ്യനിവാസിനു വന്ദേ വിശുദ്ധവിജ്ഞാനു കവീശ്വര കിഷ്കിന്ധാകാന്ഡം 38 സർഗമാണ് നമ്മുടെ പ്രതിപാദ്യ വിഷയം. വാനരക്കൂട്ടങ്ങൾ ധാരാളം വന്നു. പലരും പല പല വിശിഷ്ടമായ ഉപഹാരങ്ങൾ കൊണ്ടുവന്ന് സുഗ്രീവന് കൊടുത്തു എന്നുവരെയാണ് നമ്മൾ കണ്ടത്. ആ വിശിഷ്ടോപഹാരങ്ങളൊക്കെ സ്വീകരിച്ച സുഗ്രീവൻ അവരെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളൊക്കെ വിശ്രമിച്ചാലും നിങ്ങൾ യഥാസ്ഥാനങ്ങളിൽ പോയി ഇരുന്നാലും എന്ന് പറഞ്ഞ് അവരൊക്കെ പറഞ്ഞു. എന്നിട്ട് കൃതാർത്ഥനായിട്ടൊന്ന് ആശ്വസിച്ചു. ഞാൻ ചെയ്യേണ്ട കാര്യം ചെയ്തു, ഈ സേനയെ സംഘടിപ്പിച്ചു, ഇനി ശ്രീരാമന് ഞാൻ ഇത് ചെയ്യാൻ പറ്റും, അദ്ദേഹത്തിന് വേണ്ട പ്രത്യുപകാരം ചെയ്യാൻ പറ്റും എന്നങ്ങനെ ആശ്വസിച്ചു. ലക്ഷ്മണൻ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ ലക്ഷ്മണൻ അടുത്തേക്ക് വന്ന് സുഗ്രീവനോട് പറയും, എന്നാൽ നമുക്ക് പുറപ്പെടാമല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ തന്നെ എന്ന് പറഞ്ഞ് സുഗ്രീവൻ താരാദി സ്ത്രീകളോടൊക്കെ യാത്ര പറഞ്ഞു. എന്നിട്ട് എല്ലാ വാനരന്മാരോടും പുറപ്പെടാൻ ആജ്ഞാപിച്ച സമയത്ത് അന്തഃപുരം കാക്കുന്ന വാനരശ്രേഷ്ഠന്മാരുണ്ട്. അവര് കുറച്ച് വൃദ്ധന്മാരാണ്. അവരെയാണ് അന്തഃപുരം കാക്കാൻ ഏൽപ്പിച്ചേക്കുക. അവര് ചക്രവർത്തിയുടെ ആജ്ഞ അല്ലെങ്കിൽ ചക്രവർത്തി വിടവാങ്ങല്ലേ. അപ്പോൾ വേഗം തന്നെ അവരൊക്കെ അവിടെ ചെന്ന് കൈകൂപ്പി നിന്നു. അവരോട് സുഗ്രീവൻ പറഞ്ഞു, എൻ്റെ പല്ലക്ക് വരുത്തു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കാണാൻ നല്ല അഴകുള്ള ഒരു പല്ലക്ക് അവിടെ എത്തി. ലക്ഷ്മണനോട് കയറാൻ പറയണത് സുഗ്രീവൻ ആദ്യം. അങ്ങനെ രണ്ടുപേരിൽ കയറി. രാജാവല്ലേ സുഗ്രീവൻ. ഇപ്പൊ വെങ്കൊറ്റക്കൊട, ചാമരങ്ങൾ വീശാൻ ആൾക്കാര്, മുമ്പിലായിട്ട് ശംഖഭേരി നിനാദം, ശംഖഭേരികളുടെ സ്വനം, ബന്ദികള്, സ്തുതിപാഠകന്മാരുടെ സ്തുതിവാചനം, പിന്നെ അകമ്പടി, കർക്കശക്കാരായ വാനരന്മാര് അകമ്പടി സേവിക്കാൻ, ഇങ്ങനെയൊക്കെ ആയിട്ട് പുറപ്പെട്ട് അങ്ങനെ പ്രവർഷണഗിരിയുടെ അവിടെ എത്തി. ശ്രീരാമന്റെ സമീപത്തെത്തി. പല്ലക്ക് അവിടെ ഇറക്കി. അതിൽ നിന്നങ്ങനെ രണ്ടുപേരും ഇറങ്ങി. സുഗ്രീവൻ രാമചന്ദ്രനെ കാണുകയാണ്, കൈകൂപ്പി. അപ്പൊ ബാക്കി വാനരന്മാരും ഒപ്പമുണ്ട്. വലിയ സേന തന്നെ ഉണ്ട്. അവരും കൈകൂപ്പി. അത് വളരെ ഭംഗിയായിട്ടാണ് വാൽമീകി പറയണത്. ഒരു ശ്രീരാമൻ ഇങ്ങനെ നോക്കിയപ്പോ ഇത് വല്ല സരോവരമാണോ എന്ന് വിചാരിച്ചു. രാവിലത്തെ സരോവരം, ധാരാളം താമരകളെ ഇങ്ങനെ വിടർന്ന് നിൽക്കാൻ തുടങ്ങിണ്ടാവും. സൂര്യൻ നന്നായിട്ട് ഉദിച്ചാലാണ് വിടരുള്ളൂ. അപ്പൊ അങ്ങനെ കൈകൂപ്പി നിൽക്കുമ്പോൾ എന്നുള്ള മാതിരി കൂമ്പി നിൽക്കുന്ന താമരകൾ ധാരാളമുള്ളൊരു തടാകമാണോ എന്ന് തോന്നും. കൃതാഞ്ജലോ സ്ഥിതേ തസ്മിൻ വാനരാശ്ചാഭവം തഥാ തസ്മിൻ സ്ഥിതേ. സുഗ്രീവൻ സ്ഥിതാനായ സമയത്ത് ഇങ്ങനെ കൃതാഞ്ജലിയായിട്ട് കൈകൂപ്പിക്കൊണ്ട് അങ്ങനെ നിന്ന സമയത്ത് ബാക്കി വാനരന്മാരും യഥാ രാജ തഥാ പ്രജ എന്നാണല്ലോ. തടാകമപതം ദൃഷ്ട്വാ രാമ കുട്മലപങ്കജം. തടാകമാണോ, വിടരാൻ പോകുന്ന കൂമ്പി നിൽക്കുന്ന താമരകൾ ധാരാളമുള്ള തടാകമാണോ ഇത് എന്ന മട്ട് ശ്രീരാമൻ അവരെയൊക്കെ നോക്കിക്കണ്ടു. വാനരാണം മഹൽ സൈന്യം സുഗ്രീവേ പ്രീതിമാനഭുൽ. ഈ സൈന്യം കണ്ട് സുഗ്രീവനോട് വളരെ പ്രീതനായി തീർന്നു ശ്രീരാമചന്ദ്രൻ. അപ്പോഴേക്കും സുഗ്രീവൻ അടുത്ത് വന്ന് കാൽക്കൽ വീണു. ആ കാൽക്കൽ വീണ വാനര ചക്രവർത്തി എഴുന്നേൽപ്പിച്ച് രാമചന്ദ്രൻ സസ്നേഹം പുണർന്നു. ഇരിക്കാൻ പറഞ്ഞു. ഇരുന്ന ശേഷം ശ്രീരാമചന്ദ്രൻ പറയണം, ധർമ്മം, അർത്ഥം, കാമം ഇതൊക്കെ യഥാകാലം സേവിക്കുന്നവനാണ് രാജാവ്. അല്ലാത്തവൻ രാജാവല്ല. അല്ലാത്തവൻ മരക്കൊമ്പത്തി ഇരുന്ന് ഉറങ്ങുന്നവനെ പോലെയാണ്. എപ്പോ വേണമെങ്കിൽ വീഴാമെന്നർത്ഥം. ശത്രുസംഹാരത്തിൽ എന്ന വണ്ണം മിത്രസമ്പാദനത്തിലും ഒരുപോലെ രാജാക്കന്മാർ ശ്രദ്ധ ചെലുത്തിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ, ഇനി നമുക്ക് പ്രവർത്തിക്കാനുള്ള കാലമാണ് എന്ന് പറഞ്ഞപ്പോൾ സുഗ്രീവൻ, അങ്ങയുടെ പ്രസാദത്തിനാൽ എനിക്ക് നഷ്ടമായതൊക്കെ ലഭിച്ചു. നഷ്ടമായ ഐശ്വര്യങ്ങള്, രാജ്യം, ബന്ധുക്കള് ഒക്കെ ലഭിച്ചു. ഈ വാനരമുഖ്യന്മാർ ലോകത്തെ സകല വാനരന്മാരെയും സംഘടിപ്പിച്ച് ഇതാ വന്നിരിക്കുന്നു. ഇവർക്കൊക്കെ കാട്, ഗുഹ, കൊടുങ്കാട്, അതിൻ്റെ ഉള്ളിലുള്ള
ചുഴി ചില ദിക്കിലൊക്കെ ചെന്നങ്ങടെ പെട്ട് കഴിഞ്ഞാൽ ദുർഗങ്ങളുണ്ട്. ചെന്നാൽ എവിടേക്കും പിന്നെ അങ്ങോട്ട് നീങ്ങാൻ പറ്റില്ല. അങ്ങനെയുള്ളതൊക്കെ ധാരാളം അറിയാം. എന്നിവയെക്കുറിച്ചൊക്കെ ധാരാളം ധാരണയുള്ള ആൾക്കാരാണ് ഇവര്. ഇവര് എങ്ങനെ 100, 100,000, കോടിയും 10,000 വലിയ വലിയ കണക്കുകളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെയാണ് ഇത്രയും ഓരോരോ കൂട്ടറിൽ എത്രയുണ്ട്. ഇങ്ങനെ വാനരന്മാരെ, കരടികള്, ഗോലാങ്കുലന്മാര്, പശുവിന്റെ ലാങ്കൂലം, പശുവിന്റെ വാല് മാതിരിയുള്ള വാലുള്ള കുരങ്ങന്മാര്. ഇവരൊക്കെ ഇനിയുണ്ട് വരാൻ. മേരു, വിന്ധ്യ മുതലായിട്ടുള്ള അചലങ്ങളിൽ വാസികളായ പലരും ഇനി വരാനുമുണ്ട്. അവരൊക്കെ താങ്കളെ സഹായിക്കാൻ തയ്യാറായി പുറപ്പെട്ടവരാണ് എന്നെല്ലാം പറഞ്ഞപ്പോൾ ശ്രീരാമനോട് പറഞ്ഞപ്പോൾ ശ്രീരാമന് സന്തോഷമായി. അദ്ദേഹം സന്തോഷമായി. ബഭൂവഹർഷാൽ വസുധാധിപനായ ദശരഥന്റെ ആത്മജനായ ശ്രീരാമൻ പ്രബുദ്ധ നീലോൽപ്പലതുല്യ ദർശന, വിടർന്ന താമരമാരി. ഒരു താമരയെ പറ്റി പറഞ്ഞു, വിടരാൻ പോകുന്നത്. അത് ശരിക്കും വിടർന്ന മാതിരി സന്തോഷം കൊണ്ട് അങ്ങനെ നീല നിറല്ലേ, നീല ഉൽപ്പലന്മാര്, നീല കരിങ്കൂവളപ്പൂ വിടർന്നു നിൽക്കുന്ന മാതിരി ശ്രീരാമചന്ദ്രൻ മുഖവും വിടർന്നു വശായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം അവസാനിക്കുന്നത്. നീലാംബുജശ്യാമള കോമളാംഗം സീതാ സമാരോപിത മമപാദം അണു മഹാസായക ചാരുചാപം നമാമി രാമം രഘുവംശനാഥം.